എല്ലാ മത്സര പരീക്ഷകളിലും ഇപ്പോൾ ലീഗലും ഇംഗ്ലീഷും മെൻ്റലബിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ അറിയാം നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഏരിയയും GK കറണ്ട് അഫയേഴ്സിൻ്റെ ഏരിയ പൊതുവിൽ നമ്മുടെ മക്കളൊക്കെ വീക്കായിരിക്കും. കാര്യം എന്താ വെച്ചാൽ പത്രം വായന പ്രോപ്പറായിട്ടില്ല. കാരണം നമ്മളത് ആ രീതിയിൽ ആലോചിക്കുന്നില്ലല്ലോ. നമ്മളെന്നും പത്രം വായിക്കുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ ഇത് നാളെ എക്സാമിന് ചോദ്യമായി വരുമെന്നും ഇതിലൊരു ചോദ്യത്തിൻ്റെ സ്കോപ്പ് ഉണ്ടും എന്ന് മനസ്സിലാക്കിയിട്ടൊരു പഠനം നമ്മൾ നടത്തുന്നില്ല. അപ്പോൾ എല്ലാ എൻട്രൻസ് എക്സാമിലെയും ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ എന്ന് നമുക്ക് കണക്കാക്കാവുന്ന GK കറണ്ട് അഫയേഴ്സാണ്. ഈ GK കറണ്ട് അഫയേഴ്സിൽ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ നന്നായി മുകളിലേക്ക് വരാൻ, ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്കോർ താഴേക്ക് വരാനും ഒരു സാധ്യതയുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ GK ഡൈജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. GK ഡൈജസ്റ്റ് പഠിക്കുമ്പോഴുള്ളൊരു ഗുണം, ഒരു മാസം നടന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും ചോദ്യമായി വരാൻ സാധ്യതയുള്ള എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും അത് ഞങ്ങളുടെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ GK ഡൈജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത, ഈ വർഷത്തെ ഈ എൻട്രൻസിന് പ്രധാനപ്പെട്ടത് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ